Hello everyone, welcome to my YouTube channel. Yeah, boy. ഇപ്പോൾ നമുക്ക് ഇന്നലെ നടന്ന മാച്ചസ് ആയ അതായത് FA കപ്പിലെ മാച്ച് ആസ്റ്റൺ വില്ല vs ടോട്ടനം FC. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ടോട്ടനുമായിട്ട് നടന്ന മത്സരത്തില് ആസ്റ്റൺ വില്ല ടോട്ടനത്തിനെ 2-1 എന്ന സ്കോർ ലൈനിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ടോട്ടനം പൊട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്ത്? വില്ലയ്ക്ക് വേണ്ടിയിട്ട് റാംസിയും റോജേഴ്സുമാണ് ഗോൾ സ്കോർ ചെയ്തത്. പക്ഷെ ടോട്ടനത്തിന് വേണ്ടിയിട്ട് 90ാമത്തെ മിനിറ്റില് ടെൽ എന്ന് പറയുന്ന പ്ലെയർ ആണ് ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതേ ടൈമിൽ ഇന്നലെ ലിവർപൂൾ വിസസ് പ്ലേമൗത്തുമായിട്ട് നടന്ന ലിവർപൂൾ വിസസ് പ്ലേമൗത്തുമായിട്ട് ലിവർപൂൾ അവരുമായിട്ട് ഒരു ഗോളിന് തോറ്റിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ആദ്യം 53ാമത്തെ മിനിറ്റില് പെനാൽറ്റി വഴിയാണ് അവരുടെ ഗോൾ സ്കോർ ചെയ്തത്. നല്ല അഗ്രഷൻ ആയിട്ടുള്ള മത്സരമായിരുന്നു ഇന്നലെ നടന്നത്. അടിപൊളി കളിയായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അതായത് ലിവർപൂള് മാക്സിമം അറ്റാക്ക് ചെയ്ത് കളിച്ചെങ്കിലും അവർക്ക് അതിന്റെ അടുത്ത് എത്താൻ പറ്റിയിട്ടില്ല. കാരണം എതിർ ടീം ഓപ്പോസിറ്റ് ടീം അടിപൊളിയായിട്ടാണ് നല്ല ഡിഫെൻഡ് ചെയ്തത്. അവരുടെ ഗോൾ കീപ്പർ ആയാലും ഡിഫൻസ് ആയാലും വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് കളിച്ചത്. അങ്ങനെ ഈ ഒരു ലിവർപൂള് ടോട്ടനും ഈ രണ്ട് ടീമും FA കപ്പിൽ നിന്ന് പുറത്തായിരുന്നു. അടുത്ത നമ്മുടെ നെയ്മറിന്റെ ടീമായ സാന്റോസിലോട്ട് പോയ ഇന്നലെ നടന്ന മാച്ചില് സാന്റോസ് വിസസ് നോവ റിസോൺചീനിയോ എന്ന ടീമുമായിട്ട് കളിച്ച മാച്ച് 0-0 എന്ന സ്കോർ ലൈനിലാണ് പിരിഞ്ഞത്. ഇതില് ആദ്യ ലെവലിൽ തന്നെ നെയ്മർ ഉണ്ടായിരുന്നു. നെയ്മർ തന്നെ ആദ്യ ഡെബ്യൂട്ടി തന്നെ മുമ്പ് നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നായിരുന്നു ഫസ്റ്റ് ലെവലിൽ ജോയിൻ ചെയ്തത്. ഇങ്ങനെ കളി എന്ന് പറയുന്നത് സച്ച് എ ഗുഡ് ഫീലിംഗ് ആണ്. പഴയ നെയ്മർ തിരിച്ചു വരുന്നതിനെ നമുക്ക് പ്രതീക്ഷിക്കാം. വി ആർ വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ്. വി ക്യാൻ ഗോ ടു ദ ലാ ലീഗ. നടന്ന സെവിയ വിസസ് ബാർസലോണ മാച്ചില് ബാർസലോണ സെവിയെ 4-1 സ്കോർ ലൈനിൽ പൊട്ടിച്ചിട്ടുണ്ട്. ബാർസലോണയ്ക്ക് വേണ്ടി 7ാമത്തെ മിനിറ്റിലെ ലെവൻഡോസ്കിയും 46ാമത്തെ മിനിറ്റിൽ ലോപ്പസും 55ാമത്തെ മിനിറ്റിലെ റാഫീനയും 89ാമത്തെ മിനിറ്റിലെ എറിക് ഗാർഷ്യയും ഗോൾ അടിച്ചു കൂട്ടിയിരുന്നു. സെവിയയ്ക്ക് വേണ്ടിയിട്ട് 8ാമത്തെ മിനിറ്റിൽ ഫസ്റ്റ് ഹാഫിൽ വർഗാസ് എന്ന് പറയുന്ന പ്ലെയർ ആണ് ഗോൾ അടിച്ചത്. ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ ബാർസലോണ കൊല്ലം കളിയാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത കളിയാണ് ചങ്ങായിമാര് കളിച്ച് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിലവിൽ ബാർസലോണ റയൽ മാഡ്രിഡിന്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെയും താരമാണ് നിൽക്കുന്നത്. ഈ മുകളിലിരിക്കുന്ന രണ്ട് ടീമിനും ഒരു പോയിന്റ് ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് ബാർസലോണയ്ക്ക് കപ്പ് കിട്ടൂല എന്ന് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റൂല. കാരണം പുള്ളിക്കാരൻ ഇപ്പൊ ക്ലിക്കിന്റെ കീഴിൽ അടിപൊളി പ്ലേയിങ് ആണ് കളിച്ചോണ്ടിരിക്കുന്നത്. വിഷയം കളിയാണ്. അടിക്കണമെങ്കിൽ അങ്ങ് അടിച്ച് മോളി കയറ്റും, അല്ലെങ്കിൽ അടിച്ച് മോളി കയറ്റും. കാരണം